ഹലോ ഗൈസ്, ഇന്നാണ് ആ ദിവസം. ഈ കൊച്ചു കേരളത്തിൽ തങ്കക്കുടംപുറത്തെ കുട്ടുമ്മു, അതായത് ഞാൻ ജനിച്ചിട്ട് ഇന്നേക്ക് 4 വർഷമായി. അപ്പൊ കുട്ടുന്റെ ബർത്ത്ഡേ അന്ന് തന്നെ ഇതുവരെയുള്ള കുട്ടുന്റെ ലൈഫ് സ്റ്റോറി എന്നിട്ട് പറയാതെ വെച്ചു. ഞാൻ വെള്ളയ്യനും പറ്റിയൊന്നുമല്ല. എന്റെ അമ്മ റോഡ് സൈഡില് കഥയുടെ പുറകിലാണ് ഞങ്ങളെ 8 മക്കളെ പ്രസവിച്ചത്. വേണമെങ്കിൽ എല്ലാരും ഒന്ന് ഇമോഷണൽ ആയിക്കോ. അപ്പൊ പറഞ്ഞു വന്നത്, ജൂലൈ മാസം എന്ന് പറയുന്നത് ഒരു മഴക്കാലമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാനും എന്റെ സഹോദരങ്ങളും ആ മഴയത്ത് നനഞ്ഞു കുളിച്ച് കിടക്കുമായിരുന്നു. അടുത്ത കടയിലെ അമ്മമാരൊക്കെ പാല് മേടിച്ച് തന്നായിരുന്നു. ഞങ്ങളെ തൊടാൻ അമ്മ സമ്മതിക്കത്തില്ല. അപ്പോ അവിടെ തന്നെ കിടക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളെല്ലാരും റോഡിൽ കൂടെ പോയപ്പോ ആണത് സംഭവിച്ചത്. എന്നെ ഒരു ഓട്ടോ ഇടിച്ച് എന്റെ കാലൊടിഞ്ഞ് തൂങ്ങി. ആരൊക്കെയോ റോഡിൽ നിന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് എന്റെ അമ്മ എന്നെ തിരിഞ്ഞു പോലെ നോക്കാതെ ബാക്കി മക്കളെ കൊണ്ടുപോയി. ഞാനൊരു രാത്രി മൊത്തം അവിടെ കിടന്ന് കരഞ്ഞു. ആ വഴിയിലെ വീട്ടിലുള്ള കൊച്ച് രാവിലെ സ്കൂളിൽ പോകാനിറങ്ങുമ്പോഴാണ് എന്നെ കാണുന്നത്. അവളെ വീട്ടിൽ ചോദിച്ചപ്പോ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. വൈകിട്ട് അവന് തിരിച്ചു വന്നപ്പോ വീട്ടിലെ അമ്മ പറഞ്ഞു അതിനെ ഇങ്ങനെ എടുത്തോന്ന്. അവൾ ഓടി വന്ന് എന്നെ എടുത്ത് പൊക്കിയപ്പോഴാ അത് കണ്ടത്. എന്റെ കാലൊടിഞ്ഞ് തുണി കിടക്കുന്നു. അപ്പൊ തന്നെ അവളും അമ്മയും കൂടെ സ്കൂട്ടറിൽ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ തന്നു. 1 മാസമൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ പതുക്കെ നടക്കാൻ തുടങ്ങി. പതുക്കെ എല്ലാവർക്കും എന്നെ ഇഷ്ടമായി. ഇനിയാണ് കുട്ടുവിന്റെ തനിക്കൊണം കാണിക്കേണ്ട സമയം. കുട്ടുവായി വീട്ടിലെ മെയിൻ. എന്നും എനിക്ക് ബിസ്ക്കറ്റ് തരും, എല്ലാം തരും. ഇവള് എന്നും കോളേജിൽ പോയിട്ട് വരുമ്പോ കുട്ടുവിന് എന്തേലും മേടിച്ചോണ്ട് വരും. ഇവളുടെ കൂടെയാണ് കൂടുതൽ സമയം. പട്ടിണി കിടക്കുന്നതിന്റെ മുന്നിൽ ബിരിയാണി കൊണ്ട് വെച്ചപോലെ ഇവളൊപ്പം എന്നെ കണ്ടാലും എന്റെ മണ്ടയ്ക്കൊക്കെ ചാടി കയറും. അങ്ങനെ കുട്ടുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ വന്നു. എല്ലാരും കൂടെ കേക്കൊക്കെ മേടിച്ച് മുറിച്ച് എല്ലാം ഭയങ്കര ആഘോഷമായിരുന്നു. ഞാൻ പിന്നെ ഹാപ്പി ആയിട്ട് വീട്ടിൽ എൻജോയ് ചെയ്തു. അമ്മ എനിക്കിഷ്ടമുള്ള ഫുഡ് തരും. പക്ഷെ ഇവിടുത്തെ ചേട്ടൻ എന്നെ പേടിയായിരുന്നു. ഇടയ്ക്ക് എനിക്ക് അലർജിയൊക്കെ വരുമ്പോ എല്ലാരും എന്റെ കൂടെ നിൽക്കും. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും. എല്ലാം ചെയ്തു തരും. പക്ഷെ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമുണ്ട്. എല്ലാ വർഷവും എനിക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് മാത്രം സഹിക്കൂല. ഇവക്കിട്ട് കടി കൊടുക്കുന്നതാ എന്റെ മെയിൻ ഹോബി. എനിക്ക് ഇവളെ കാണുമ്പോൾ എനിക്കിങ്ങനെ ചുറഞ്ഞു കയറും. നമ്മുടെ യൂട്യൂബിലെ ചിമ്പും മൊയിലും ഉണ്ടല്ലോ, അവരെ കണ്ട് ഇൻസ്പയറായാണ് അവർക്ക് ഈ ഐഡിയ തോന്നിയത്. അവരൊക്കെ നല്ല പോലെ ചെയ്യുന്നു, ഇവള് തോന്നിയ പോലെ. ഇപ്പൊ പുതിയ യൂട്യൂബ് ചാനൽ കാണിയിട്ടുണ്ട്. 10 പേരെന്നെ കണ്ടെന്നറിഞ്ഞപ്പോ അവളുടെ യൂട്യൂബ് ചാനലിൽ ഞാനിപ്പോ പ്രമോഷൻ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. എന്തേലും ആവട്ടെ, ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ പ്രാന്തിയുടെ യൂട്യൂബ് ചാനൽ. വേണേ കയറി നോക്കിയാൽ മതി കേട്ടോ. ഫുള്ള് പാട്ടൊക്കെയാ. അതൊക്കെ ആർക്ക് വേണം. ഇടയ്ക്കിടയ്ക്ക് റോഡിൽ പട്ടിയുമായിട്ട് ചെറിയ ചെറിയ അടിയൊക്കെ ഉണ്ടാവും. ഒരു തവണ അങ്ങനെ അടിയുണ്ടായി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മുതലിയേറി ഇറങ്ങി. അതിനുശേഷമാണ് എനിക്ക് ചങ്ങലയിട്ടത്. സാരമില്ല, എല്ലാം എൻ്റെ കയ്യിലിരിപ്പുണ്ടാവും. ഞാനങ്ങ് ആശ്വസിക്കുന്നു. അപ്പൊ ഇതാണ് കുട്ടുവിന്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. വലിയ വലിയ സ്റ്റോറി ഒന്നും അല്ല. ഇങ്ങനൊക്കെ ഇരിക്കും. അപ്പോ എല്ലാരും കുട്ടുവിനെ വിഷ് ചെയ്യണേ, കുട്ടുവിന്റെ ഹാപ്പി ബർത്ത്ഡേക്ക്. അപ്പോ കുട്ടുവിന്റെ ലൈഫ് സ്റ്റോറി കേട്ട് ഇഷ്ടപ്പെട്ടവര് കമന്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടാറ്റാ, ലവ് യു.